ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ 94-ാമത്തെ പാർട്ടാണ്. എന്നാൽ നമുക്ക് സ്റ്റോറിയിലേക്ക് പോയാലോ? കമൻ്റ് ഇടാൻ മറക്കരുത് കേട്ടോ. ഉച്ചയോടുകൂടെ പാലക്കൽ തറവാട്ടിൽ ഫോൺ കോളുകൾ ഉയരാൻ തുടങ്ങിയിരുന്നു. ആ ന്യൂസ് എന്ന് വെച്ചാൽ ശ്രീ ഫോണിൽ സംസാരിച്ചുകൊണ്ട് ശീലുവിനോട് പറഞ്ഞു. അവൾ അത് കേട്ട് ചാനൽ വെച്ചു. പാലക്കൽ സ്പോട്ടിങ്ങിൽ റെയ്ഡ്. നിയമവിരുദ്ധമായി മയക്കുമരുന്ന് ഇടപാടുകൾ നടക്കുന്നുണ്ടെന്ന സംശയത്തിൻ്റെ പേരിലാണ് റെയ്ഡ് നടക്കുന്നത്. വാർത്ത കേട്ട് എല്ലാവരും ഒരു ഞൊട്ടലോടെ ഹാളിലേക്ക് വന്നു. ഇതെന്താടാ, നിന്റെ തന്തപ്പടിക്ക് ഇന്നലെ അടി കിട്ടിയപ്പോൾ ആകെയുള്ള ബോധം കൂടെ പോയാ? ന്യൂസ് ചാനലിൽ ഇത്രയൊക്കെ ബഹളം നടന്നിട്ട് ഒരു കൂസലില്ലാതെ ഹാളിൽ പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുന്ന ചന്ദ്രശേഖരനെ നോക്കിയാണ് ശ്രീ അത് ചോദിച്ചത്. ഇത് ബോധം പോയതല്ല, അഹങ്കാര. കാര്യം എൻ്റെ അച്ഛനാണെങ്കിലും ചില സമയങ്ങളിൽ അതിബുദ്ധി കാണിച്ച് എല്ലാം നശിപ്പിക്കും. അത് 100% ശരിയാ. അല്ലെങ്കിൽ ഇന്നലെ ആരും കാണാതെ വീട്ടിൽ നിന്ന് ചാടിപ്പോവാൻ നിന്നയാൾക്ക് വാറിനെ ഉപദ്രവിക്കാൻ ശ്രമിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? അല്ല, ഇയാൾ ഇത്രയൊക്കെ ചെയ്തിട്ടെന്താ അത്തനൊന്നും പറഞ്ഞില്ലേ? മാത്രമല്ല, രാവിലെ ഒരു കുമ്പസാരവും മാപ്പ് കൊടുക്കലും. കുമ്പസാരോ? പാർത്തി സംശയത്തോടെ ചോദിച്ചു. അപ്പം നീ രാവിലെ നടന്നൊന്നും അറിഞ്ഞില്ലേ? ശ്രീ രാവിലെ നടന്ന കാര്യങ്ങൾ പാർത്തിക്ക് വിശദീകരിക്കാൻ തുടങ്ങി. കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് വാർണിയോട് യാത്ര പറഞ്ഞ് താഴെ ഇറങ്ങി വരികയായിരുന്നു ദത്തൻ. അന്ന് പതിവില്ലാത്ത പോലെ ചന്ദ്രശേഖരൻ ഹാളിൽ തന്നെ ദത്തനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. സ്റ്റെയർ ഇറങ്ങി വന്ന ദത്തൻ അയാളെ കണ്ടുവെങ്കിലും ശ്രദ്ധിക്കാതെ സ്ത്രീയെ നോക്കി ചിരിച്ചു മുന്നോട്ട് നടന്നു. ദേവാ, ചന്ദ്രശേഖരൻ്റെ വിളി കേട്ട് അവനൊന്ന് നിന്നു. അപ്പം അമ്മാവൻ എൻ്റെ പേരൊക്കെ അറിയാമല്ലേ? അവൻ തിരിഞ്ഞു നിന്ന് പുച്ഛത്തോടെ ചോദിച്ചു. ദേവാ, എനിക്കറിയാം ഞാൻ ചെയ്തത് തെറ്റാണ്. എന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. അതൊക്കെ അപ്പോഴത്തെ അതിമോഹത്തിന് പറ്റിപ്പോയതാ. മോനി അമ്മാവനോട് പൊറുക്കണം. ചന്ദ്രശേഖരൻ ദത്തൻ്റെ കാലിലേക്ക് വീണതും ദത്തൻ 2 അടി പിന്നിലേക്ക് നീങ്ങി. എന്താ നിങ്ങളെ കാണിക്കണേ? ഈ പാപിയോട് ഒന്ന് ക്ഷമിച്ചു എന്ന് പറ ദേവാ. ഞാൻ ഇനി ഒരിക്കലും തെറ്റുകൾ ആവർത്തിക്കില്ല. ഇന്നലെ ഞാൻ പറഞ്ഞ ഉപദ്രവിച്ചതിന് ഞാൻ ക്ഷമ ചോദിക്കുക. അമ്മാവൻ താഴെ നിന്ന് എണീക്ക്. ഇല്ല, നീ ക്ഷമിച്ചു എന്ന് പറയാതെ ഞാൻ എണീക്കില്ല. ശരി, ഞാൻ അമ്മാവൻ ചെയ്ത ആ കാര്യം ക്ഷമിച്ചു. എണീക്ക്. ദത്തൻ അയാളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. വല്ലതും കഴിച്ചോ അമ്മാവൻ? ഇല്ല. എന്നാൽ പോയി വയറ് നിറയെ കഴിക്കേ. ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കാതെ കാര്യങ്ങളൊക്കെ അങ്ങ് സ്പീഡപ്പ് ആവട്ടെ എന്ന് തോളിൽ തട്ടി ദത്തൻ പുഞ്ചിരോടെ പറഞ്ഞതിൻ്റെ അർത്ഥം ഒന്നും മനസ്സിലായില്ല എങ്കിൽ അയാൾ തലയാട്ടി. ഇതെല്ലാം കണ്ടു നിന്ന സ്ത്രീയെ നോക്കി ഒന്ന് കണ്ണിറുക്കി ദത്തൻ പുറത്തേക്ക് പോയി. എൻ്റെ ബലമായ സംശയം ദേവൻ അയാളോട് എല്ലാം ക്ഷമിച്ചു എന്നാ. പക്ഷെ പിന്നെന്തിനാ ഈ റെയ്ഡിന്? ദേവനല്ലേ ഈ റെയ്ഡിന് പിന്നിൽ? ശ്രീ ചോദിച്ചു. ദേവൻ ആ കാര്യം ക്ഷമിച്ചു എന്ന് പറഞ്ഞു. പക്ഷേ ഏത് കാര്യമാണ് ക്ഷമിച്ചതെന്ന് പറഞ്ഞില്ല. പിന്നെ എൻ്റെ തന്തപ്പടിയുടെ ഈ കൂസലില്ലായ്മയ്ക്ക് ഒരു കാരണമുണ്ട്. അയാളുടെ വിചാരം അയാൾ വലിയ ബുദ്ധിമാനാണെന്നാ. അതെല്ലാം ഉടനടി മാറിക്കോളും. അത് പറഞ്ഞ് പാർത്തി റൂമിലേക്ക് പോയി. ശ്രീ ആണെങ്കിൽ കിളി പോയ രീതിയിലായ അവിടെ തന്നെ നിന്നു. കുറച്ചു കഴിഞ്ഞ് തന്തൻ്റെ അരികിലായിരുന്നു. അമ്മാവാ, ഈ റെയ്ഡ് നടക്കുന്നത് നിങ്ങളുടെ ഓഫീസിൽ കൂടിയാണ്. എന്നിട്ട് എന്തോ ഒരു കൂസലില്ലാതെ പത്രം വായിച്ചിരിക്കണേ. ഓർമ്മയൊക്കെ പോയോ? ശ്രീ ചന്ദ്രനെ ചൊറിയാൻ തുടങ്ങി. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പഴയതൊന്നും അത്ര എളുപ്പത്തിൽ മറക്കുന്ന ആളല്ല ഈ ചന്ദ്രൻ. ചന്ദ്രശേഖരൻ ഇന്നലെ ശ്രീയെ ചവിട്ടിയ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. എടാ കൊച്ചനെ, നിന്റെ അമ്മാവൻ നീയൊക്കെ ചിന്തിക്കുന്നതിനേക്കാൾ എത്രത്തോലോ ഉയരത്തിലാണ്. അതുകൊണ്ട് ഇതൊന്നും എൻ്റെ രോമത്തിൽ പോലും തൊടില്ല. അയാൾ ന്യൂസ് ചാനലിലേക്ക് നോക്കി പുച്ഛത്തോടെ പറഞ്ഞു. ഓഫീസിൽ പോയ പാർവതിയും പപ്പയും ശ്രീയുടെ അച്ഛനും അപ്പോഴേക്കും വീട്ടിലേക്ക് വന്നിരുന്നു. നിങ്ങളെന്താ ഇവിടെ? ഓഫീസിൽ റെയ്ഡല്ലേ? ഓഫീസിലെ റെയ്ഡിൽ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇനി വീട് കൂടെ സെർച്ച് ചെയ്യണം. അത് കേട്ട് ചന്ദ്രശേഖരൻ ഇരുന്നിടത്തുനിന്ന് എണീറ്റു. ഈ വീടോ?
അപ്പോഴേക്കും ഒരു പോലീസ് ജീപ്പും വേറെ കുറച്ച് വണ്ടികളും ആ തറവാടിൻ്റെ മുന്നിൽ വന്ന് നിന്നു. ജീപ്പിൽ നിന്നും സ്ഥല SI 2-3 കോൺസ്റ്റബിൾ, അതിന് പിന്നിലായി മറ്റ് റീഡിംഗ് ഉദ്യോഗസ്ഥർ ഇറങ്ങി വന്നു. ഞങ്ങൾക്ക് ഈ വീടൊന്ന് സെർച്ച് ചെയ്യണം. സ്ഥലം SI ചന്ദ്രനെയും ദത്തൻ്റെ പപ്പയും നോക്കിയാണ് അത് പറഞ്ഞത്. പറ്റില്ല, നിങ്ങൾ നിങ്ങളുടെ ഓഫീസ് സെർച്ച് ചെയ്തു, എന്നിട്ട് വല്ലതും കിട്ടിയോ? ഇല്ലല്ലോ. നിങ്ങൾക്ക് കിട്ടിയ ഒരു റോങ് ഇൻഫർമേഷൻ്റെ പേരിലാണ് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത്. ഞങ്ങൾക്ക് മുകളിൽ നിന്ന് ഓർഡർ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ. നിങ്ങൾക്ക് ഓർഡർ തന്ന ഉദ്യോഗസ്ഥന്മാരെക്കാൾ ഉയരത്തിലുള്ളവരുമായി പിടിപാടുള്ള ആളാണ് ഈ ചന്ദ്രശേഖരൻ. നിങ്ങളെന്താ ഭീഷണിപ്പെടുത്താണോ? എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ ഇവിടെ സെർച്ച് ചെയ്തിരിക്കും. ഇനി തടയാനാണ് ഭാവമെങ്കിൽ ഞങ്ങൾ ഫോഴ്സുമായിട്ട് വരും. SI അത് പറയില്ല. അയാളുടെ ഫോൺ റിങ് ചെയ്ത് ഒരുമിച്ചാണ്. നോക്കി നിൽക്കാതെ കോൾ അറ്റൻഡ് ചെയ്യും സാറേ. ഇമ്പോർട്ടൻ്റ് കോളാണെങ്കിലോ? ചന്ദ്രശേഖരൻ്റെ പൂച്ച നിറഞ്ഞ വാക്ക് കേട്ട് SI കോൾ എടുത്തു. യെസ് സർ. നോ സർ, ഇറ്റ്സ് ഓക്കെ സർ. യെസ് സർ. SI ദേഷ്യത്തിൽ കോൾ എടുത്തു. DGP ആയിരിക്കും അല്ലേ SI സാറേ? എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്. ചന്ദ്രൻ അത് പറഞ്ഞ് സെറ്റിയിലേക്ക് ഇരുന്ന് കാലിൻ്റെ മുകളിൽ കാല് കയറ്റി വെച്ചിരുന്നു. ആടോ പോവാം. SI മറ്റുള്ളവരെ നോക്കി വിളിച്ച് ദേഷ്യത്തെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അങ്ങനെ ഏതെങ്കിലും ഒരു പീറച്ചെറുക്കം വിചാരിച്ച് ഇല്ലാതാക്കാൻ പറ്റുന്നതല്ല ഈ ചന്ദ്രൻ്റെ സാമ്രാജ്യം. ശ്രീയെ നോക്കിയാണ് ചന്ദ്രൻ അത് പറഞ്ഞത്. വീട്ടിൽ നിന്ന് ഇറങ്ങിയ SI ഫോൺ എടുത്ത് ആരുടെയും നമ്പറിലേക്ക് വിളിച്ചു. ഹലോ സാർ. ഒന്നും നടന്നില്ല. അതെ, DGP. ഇല്ല സാർ. ഓക്കെ. അവർ ജീപ്പിൽ കയറി പാലക്ക തറവാടിൻ്റെ ഗേറ്റ് തുറന്ന് പുറത്തേക്ക് പോയി. സാർ, ഇതെന്തൊക്കെയാ കേൾക്കുന്നേ? ഇതിനു വേണ്ടിയാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടേ? കാശിനാഥൻ ദത്തൻ്റെ അരികിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. നമ്മൾ എന്തു ചെയ്യാനോ കാശിനാഥ? DGP നേരിട്ട് ഇടപെട്ട് വിളിക്കുന്നതല്ലേ? ദത്തൻ അലസമായി ചെയറിലേക്ക് ചാരിയിരുന്ന് പേപ്പർ വെയിറ്റ് കയ്യിൽ കറക്കിക്കൊണ്ട് പറഞ്ഞു. DGPക്ക് മുകളിൽ എന്താ വേറെ ഉദ്യോഗസ്ഥന്മാരില്ലേ? ഈ നാട്ടിലെ നിയമവും വകുപ്പും ഇനി ഞാൻ കാശിനാഥന് പ്രത്യേകം പഠിപ്പിച്ചു തരണോ? സാർ, അത് അയാളെന്തോ പറയാൻ നിന്നത് ദത്തൻ്റെ ഫോൺ റിങ് ചെയ്തു. അവൻ ആ കോൾ അറ്റൻഡ് ചെയ്തു. യാ ഓക്കെ, താങ്ക്സ്. ദത്തൻ ഒരു ചിരിയോടെ ചെയറിൽ നിന്ന് എണീറ്റു. മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന തൊപ്പിയെടുത്ത് തലയിൽ വെച്ചു. ഞാനൊന്ന് കറങ്ങിയിട്ട് വരാം. ഞാനും വരട്ടെ സാർ? വേണ്ടടോ, താൻ ഇവിടെ വേണം. തന്നെ ഞാൻ മറ്റൊരു ദിവസം കറങ്ങാൻ കൊണ്ടുപോവാം. അത് പറഞ്ഞ ദത്തൻ പുറത്തേക്ക് നടന്നു. പിന്നാലെ കാശിയും. സേതുരാമൻ, ഒന്നിങ്ങ് വന്നേ. പുറത്ത് ആരോടോ പരാതി എഴുതുന്ന ആളെ ദത്തൻ അടുത്തേക്ക് വിളിച്ചു. സാർ, ഞാൻ ഈ കംപ്ലൈൻറ്റ്. കാശി, താൻ അതങ്ങ് എഴുതി വാങ്ങിക്കടോ. ഈ സേതുമാധവൻ്റെ ഒരു കാര്യം, കുറച്ച് ദിവസമായിട്ട് വർക്കിൽ വല്ലാതെ ആത്മാർത്ഥത കാണിക്കുന്നുണ്ട്. ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കണ്ടടോ. വാ, നമുക്ക് പോയി ഒരു ചായയൊക്കെ കുടിച്ച് കുറച്ച് കാറ്റൊക്കെ കൊണ്ടിട്ട് വരാം. സാർ, ഞാനിപ്പോൾ ഉച്ചലത്തേക്ക് ലഞ്ച് കഴിച്ചേ ഉള്ളൂ. അത് സാരമില്ലടോ, ഒരു ചായ കുടിച്ചു എന്ന് കരുതി ഒന്നും സംഭവിക്കില്ല. അത് പറഞ്ഞ ദത്തൻ അയാളുടെ തോളിലൂടെ കൈയിട്ട് പുറത്തേക്ക് നടന്നു. SI വന്നു പോയതിനു ശേഷം ചന്ദ്രശേഖരൻ്റെ മുഖത്ത് താൻ ആരോ വലിയ ആളാണെന്ന ഭാവമായിരുന്നു. അവർ പോയി 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല എന്ന് മനസ്സിലാക്കിയ ചന്ദ്രൻ പുറത്തേക്ക് പോകാൻ റെഡിയായി വന്നു. അതേസമയം വീട്ടുമുറ്റത്ത് ജീപ്പും വണ്ടികളും ചീറിപ്പറിഞ്ഞു വന്നു. കുറച്ചു മുമ്പ് പോയ SI വീണ്ടും വരുന്ന കണ്ട് എല്ലാവരും ഹാളിലേക്ക് വന്നിരുന്നു. എന്താ SI സാറേ, വീണ്ടും നാണം കടാൻ വന്നാണോ? ചന്ദ്രൻ ചോദിച്ചുവെങ്കിലും SI ഒന്നും മിണ്ടാതെ പിന്നിലേക്ക് നോക്കി. പോലീസ് യൂണിഫോമിൽ കയറി വരുന്നത് ദത്തനെ കണ്ട് എല്ലാവരുടെ മുഖത്ത് അതിശയം നിറഞ്ഞു. സെർച്ച്! ദത്തൻ്റെ അലർച്ചയിൽ ആ വീട് പോലും ഒന്ന് കുലുങ്ങി. അവൻ്റെ ഓർഡർ വന്നതും പോലീസുകാർ വീട് മൊത്തം സെർച്ച് ചെയ്യാൻ തുടങ്ങി. അത് കണ്ട് ചന്ദ്രൻ ആരെയോ ഫോൺ വിളിക്കാൻ നിന്ന് ദത്തൻ ഫോൺ വാങ്ങി. ഇവിടെ ഇത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യം നടക്കുമ്പോൾ ചന്ദ്രശേഖരൻ സാറേ ഫോണിൽ കളിച്ചിരിക്കുകയാണോ? കുറച്ചു നേരം നമുക്കിത് അങ്ങ് ഓഫ് ചെയ്ത് വയ്ക്കാം. ദത്തൻ അത് വാങ്ങി സ്വിച്ച് ഓഫ് ആക്കി. ദേവാ, ഇങ്ങനെ ചൂടാവാതെ സാറേ. ദേ, എൻ്റെ ഫോൺ ഓഫാ. ഇപ്പം എൻ്റെ കൂടെ വന്ന എല്ലാവരുടെയും. ഈ സെർച്ച് കഴിയാതെ ഈ വീട്ടിലൊരു ഫോൺ പോലും ശ്രദ്ധിക്കില്ല.
പിന്നെ DGPക്ക് മുകളിലുള്ള ചിലരും ഇന്ത്യയിലുണ്ട് എന്ന് ആലോചിക്കണമായിരുന്നു. അതെങ്ങനെയാ? അതിന് കുറച്ച് ജനറൽ നോളജ് വേണം. സ്റ്റെയർ കയറാൻ നിന്ന ദത്തൻ തിരികെ ചന്ദ്രശേഖറിൻ്റെ അരികിൽ വന്ന് പറഞ്ഞു, സാർ, ഈ വീട് മുഴുവൻ സെർച്ച് ചെയ്തു, പക്ഷെ ഒന്നും കിട്ടിയില്ല. കോൺസ്റ്റബിൾ വന്ന് പറഞ്ഞു. ചന്ദ്രൻ്റെ മുഖത്ത് ഒരു പുച്ഛം നിറഞ്ഞു. അപ്പം നമ്മൾ അന്വേഷിക്കുന്ന സാധനം ഇവിടെ ഇല്ല അല്ലേ? ദത്തൻ സെറ്റിയിലേക്ക് ഇരുന്നുകൊണ്ട് ചോദിച്ചു. സത്യം നിങ്ങളായിട്ട് പറഞ്ഞാൽ ശിക്ഷയുടെ ഇളവ് കുറയും. നിങ്ങൾ വെയർ ഹൗസിൽ ഒളിപ്പിച്ച് വെച്ചിങ്ങനെ ഡ്രഗ്സ് എവിടേക്കാണ് മാറ്റിയേ? എനിക്ക് ഗുഡ് എക്സ്പോർട്ടിങ് ബിസിനസ്സാണ്, അല്ലാതെ ഡ്രഗ്സ് എക്സ്പോർട്ടിങ് അല്ല. അപ്പം ഇവിടെ ഡ്രഗ്സ് ഇല്ല എന്ന് ചുരുക്കം. എന്നാൽ നമുക്ക് ഇറങ്ങിയാലോ സേതുമാധവ? ദത്തൻ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് നടന്നുവെങ്കിലും എന്തോ ഓർത്ത് തിരികെ വന്നു. എന്തായാലും ഇതുവരെ വന്നതല്ലേ, നമുക്ക് ചന്ദ്രശേഖരൻ സാറിൻ്റെ ഓഫീസ് റൂമിൽ പുതിയതായിട്ട് കുറച്ച് ഇൻറ്റീരിയൽ വർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കതൊന്ന് ചെന്ന് കണ്ടാലോ? നിങ്ങളിവിടെ റേഡിന് വന്നതല്ലേ, അത് കഴിഞ്ഞില്ലേ? ഇനി ദയവ് ചെയ്ത് പോകണം. സ്ത്രീകളും കുട്ടികളുള്ള ഒരു വീടാണിത്, ചന്ദ്രൻ പറഞ്ഞു. സേതുമാധവൻ, ഫോളോ മീ. അത് പറഞ്ഞ് ദത്തൻ മുകളിലേക്ക് നടന്നു. പിന്നാലെ അവൻ്റെ ഫോഴ്സും. സേതുമാധവൻ, ചെക്ക് ചെയ്യൂ. ദത്തൻ സീലിലെ ഇൻറ്റീരിയർ വർക്കിലേക്ക് നോക്കി പറഞ്ഞു. സാർ, ഇതിൽ തല്ലിപ്പൊളിക്കടോ. ദത്തൻ അലറിയതും സേതുരാമനും ഒന്ന് ഞെട്ടി. അടുത്ത നിമിഷം റൂമിലുള്ള കമ്പിയുള്ള ഇരുമ്പ് തടി വെച്ച് അയാൾ സീലിങ്ങിൽ നീളത്തിൽ നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്ത് വയ്ക്കുന്ന ലൈറ്റിലേക്ക് അടിച്ചതും ഒരുപാട് പാക്കറ്റുകൾ താഴേക്ക് ഊർന്നു വീണു. നിങ്ങൾ കഴിഞ്ഞ ആഴ്ച ഇവിടെ നിന്ന് തൃശ്ശൂർക്ക് പോയ തക്കത്തിന് പെട്ടെന്ന് ഓഫീസ് റൂമിൽ മെയിൻ്റനൻസ് വർക്ക് നടത്തിയപ്പോൾ തന്നെ ഞാൻ ഊഹിച്ചതാ. ഇന്നത്തോടെ ഞാനത് ഉറപ്പിച്ചു. നടക്കടോ ബാക്കി സ്റ്റേഷനിൽ പോയിട്ട്. ദത്തൻ അയാളുടെ ഷർട്ടിൻ്റെ കോളർ പിടിച്ച് വലിച്ച് താഴേക്ക് നടന്നു. കൂടെയുള്ള പോലീസുകാർ കറക്റ്റ് ചെയ്ത ഡ്രഗ്സ് പാക്കറ്റുമായി പുറത്ത്. ദേവാ, പ്ലീസ് അദ്ദേഹത്തെ വെറുതെ വിട്ടേക്ക്, മാലതി ദേവനോട് കരഞ്ഞു പറഞ്ഞു. ഇതെൻ്റെ ഡ്യൂട്ടിയാണ്. ഇയാളെ അമ്മായി അങ്ങ് മറന്നേക്ക്. ഇനി പുറം ലോകം കാണില്ല. ഇയാൾ കാരണം കുറേ സ്കൂൾ പിള്ളേരെ, കോളേജ് വിദ്യാർത്ഥികളുടെയും ഭാവി നശിച്ചു. ഈ പന്നമോൻ ചെയ്ത പ്രവർത്തികൾ അറിഞ്ഞ് വെട്ടിയെറിഞ്ഞ് പട്ടിക്ക് കൊടുക്കാൻ തോന്നും. തികച്ചും ഒരു പോലീസിൻ്റെ ഭാവമായിരുന്നു ദത്തന്. അവൻ്റെ ഭാവം ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തിയത് വർണ്ണയാണ്. മറ്റുള്ളവർക്ക് പഴയ ദേവദത്തൻ IPSനെ അറിയാവുന്നതുകൊണ്ട് ഇതിലൊന്നും അത്ഭുതം ഉണ്ടായിരുന്നില്ല. എന്നാൽ ചില സമയത്ത് ദത്തൻ ദേഷ്യപ്പെടുന്ന വർണ്ണ കണ്ടിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അവൾ വല്ലാതെ ഭയന്നിരുന്നു. ഈ ഡാഷും മോനും മയക്കരുന്ന് ഡീൽസ് മാത്രമല്ല, പാവപ്പെട്ട പെൺകുട്ടികളുടെ മാനം വിട്ടും പെൺമാണിമ്പം നടത്തിയാണ് ഇവൻ ഈ നിലയിലെത്തിയത്. ദത്തൻ അയാളുടെ നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടി. കേട്ടതൊന്നും വിശ്വസിക്കാനാവാതെ മാലതി തലയ്ക്ക് കൈകൊടുത്ത് താഴേക്കിരുന്നു. ഞാൻ ഒരിക്കലും ഈ വീട്ടിലേക്ക് ഇങ്ങനെയൊരു രീതിയിൽ വരണമെന്ന് ആഗ്രഹിച്ചല്ല, പക്ഷെ എന്നെ ഇങ്ങോട്ട് വരുത്തി നീ തന്നെയാണ്. ദത്തൻ ദേഷ്യം തീരാതെ വീണ്ടും അയാളെ ചവിട്ടിക്കൂട്ടി. ദേവാ, ഇനിയൊന്നും ചെയ്യല്ലേ. ദേവനാ? ദേവദത്തൻ IPS മാമനാണ് അമ്മാവനാണെന്ന് പറഞ്ഞു വന്ന അവൻ താക്കീതോടെ പറഞ്ഞ് അയാളെ വലിച്ച് ജീപ്പിലേക്ക് കയറ്റി. നിമിഷം നേരം കൊണ്ട് അവരുടെ ജീപ്പ് ആ വീടിൻ്റെ പടി കടന്നു പോയി. ദത്തൻ എന്താ വരാത്തമ്മേ? രാത്രി വർണ്ണയുടെ റൂമിൽ അമ്മയുടെ മടിയിൽ തലവെച്ച് കിടക്കണം വർണ്ണ. അവൻ വരാൻ വൈകും, മോൾ ഉറങ്ങിക്കോ. ദത്തനമ്മ, എന്തിനമ്മ അങ്ങനെ ഉച്ചയ്ക്ക് ദേഷ്യപ്പെട്ട്? ഞാൻ പേടിച്ചു പോയി. അതവനെ അങ്ങനെ ആദ്യമായിട്ട് കണ്ടതുകൊണ്ടാ. അവനിപ്പോ ഒന്ന് ഒതുങ്ങിയതാ. പണ്ട് ഇതൊന്നും ആയിരുന്നില്ല. അവൻ്റെ പേര് പറഞ്ഞ പലർക്കും പേടിയായിരുന്നു. എന്തൊരു തള്ളായി തള്ളണേ, ഇത്ര ബിൽഡപ്പ് ഒന്നും വേണ്ട. നീ വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി. കിടന്നുറങ്ങാൻ നോക്ക്, അല്ലെങ്കിൽ ഞാൻ എണീറ്റ് പോട്ടാ. അമ്മ ശാസ്ത്രനോട് പറഞ്ഞതും പറഞ്ഞ നല്ല കുട്ടിയെ കണ്ണടച്ച് കിടന്നു. പെട്ടെന്ന് തന്നെ ഉറങ്ങി. ഇടുപ്പിലൂടെ ആരോ കൈ ചേർത്ത് പിടിക്കുന്നതിനനുസരിച്ച് പിൻകഴുത്തിൽ തണുപ്പ് അനുഭവപ്പെട്ടതും വർണ്ണ പെട്ടെന്ന് കണ്ണു തുറന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാർട്ട് കഴിഞ്ഞു. എൻ്റെ മൈൻഡ് ഒട്ടും ശരിയല്ല പിള്ളേരെ. ഇന്നലെ വാക്ക് പറഞ്ഞ കാരണമാണ് ഇന്ന് ഞാൻ സ്റ്റോറി പോസ്റ്റ് ചെയ്ത് പോലും. അതുകൊണ്ട് ഇന്നത്തെ പാർട്ട് എത്രത്തോളം നന്നായി എന്നൊന്നും എനിക്കറിയില്ല. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യട്ടാ. കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ.